ആമസോൺ വ്യൂ പോയിന്റിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ ഒതായിച്ചാത്തല്ലൂർ എന്ന സ്ഥലത്താണ് ആമസോൺ വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ ഒതായി എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അരീക്കോടിന്റെയും മഞ്ചേരിയുടെയും നിലമ്പൂരിന്റെയും വണ്ടൂരിന്റെയും ഒത്ത നടുവിലായിട്ടാണ്. എന്നുവെച്ചാൽ ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം 12 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഒതായി എന്ന സ്ഥലത്ത് എത്താം. ഒതായിയിൽ നിന്നും 3 കിലോമീറ്റർ റൺ ചെയ്താൽ ഈ കാണുന്ന ആമസോൺ വ്യൂ പോയിന്റിലും എത്താം. 3 വശവും കുന്നുകളാലും 4-ാം വശത്ത് ചാലിയാർ നദിയാലും ചുറ്റപ്പെട്ട ഒതായി കുന്നുകളിൽ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായ ഈ കാഴ്ചകൾ ആരെയും ഒന്ന് അമ്പരിപ്പിച്ചു പോകും. തമിഴ്നാട്ടിലെ പശ്ചിമഘട്ടത്തിലെ ഇളമ്പലാരി മലനിരകളിൽ നിന്നാണ് ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. 169 കിലോമീറ്റർ നീളമുള്ള ഈ ചാലിയാർ കേരളത്തിലെ 4ാമത്തെ നീളമേറിയ നദിയാണ്. ചാലിയാർ നദി ഒഴുകി മലപ്പുറത്തെ ഈ സ്ഥലത്തെത്തുന്ന ഘട്ടത്തിൽ ചാലിയാർ ഒരു യൂട്ടേൺ ആകൃതി ആയി മാറുന്നു. ഇത് ആമസോൺ മഴക്കാടുകളെപ്പോലെ നമ്മെ തോന്നിപ്പിക്കുന്നു. അതിനാൽ പ്രാദേശിക വിനോദസഞ്ചാരികൾ ഇതിനെ ആമസോൺ വ്യൂ പോയിന്റ് എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നു. വ്യൂ പോയിന്റിൽ നിന്നുള്ള ചാലിയാർ നദിയുടെ കാഴ്ച എത്രയോ അതിമനോഹരമാണ്. ചിലപ്പോൾ കോടയും മേഘവും വന്ന് ചാലിയാറിന്റെ വിദൂര കാഴ്ച തന്നെ മായ്ച്ചുകളയും. എന്നിരുന്നാലും നൊക്കെത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന മേഘങ്ങളുടെ കാഴ്ച ഒന്നും പറയാനില്ല. വളരെ മനോഹരമായിരിക്കും. നിങ്ങൾക്ക് അവിടെയുള്ള പാറയുടെ മുകളിൽ ഇരുന്നും ഇളംകാറ്റ് കൊണ്ട് വിശ്രമിക്കുകയും ചെയ്യാം. അപ്പോഴാണ് എന്റെ ക്യാമറയിൽപ്പെട്ടത് കുറേ പേർ സൈക്കിളിൽ അതുവഴി വരുന്നത്. സൈക്കിൾ നല്ലൊരു ട്രെക്കിംഗ് ആണെങ്കിലും സൈക്കിൾ ചവിട്ടി പോകേണ്ടവർ സൈക്കിൾ ഏറ്റിക്കൊണ്ടാണ് പോകുന്നത്. എടവണ്ണയിൽ നിന്ന് 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചാത്തല്ലൂരിലെത്താം. മഞ്ചേരിയിൽ നിന്നും നിലമ്പൂരിൽ നിന്നും വണ്ടൂരിൽ നിന്നും യാത്ര ചെയ്താൽ സീതി ഹാജി പാലം കടന്ന് ഒതായിലെത്താം. ഒതായിലെത്തുമ്പോൾ ഒതായിലെ ബസ് വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് 100 മീറ്റർ അകലെ വലത്തേക്ക് തിരിയുക. ഈ പാതയിലൂടെ 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മലയുടെ അടിവാരത്തെത്തും. ഒരാൾക്ക് വാഹനത്തിൽ വ്യൂ പോയിന്റിന് സമീപം 150 മീറ്റർ വരെ എത്താം. എന്നാൽ മഴക്കാലമാണെങ്കിൽ തിരിച്ചുവരുമ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം കൂടെ നിങ്ങൾക്ക് 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ആസ്വദിച്ചു പോവാം. 36 കിലോമീറ്റർ അകലെയുള്ള കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം.